ഹായ് എവരിവൺ, വെൽക്കം ടു ആംഗ്ലവേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS സ്പീക്കിങ്ങിനെ പറ്റിയാണ്. IELTS സ്പീക്കിങ്ങിലെ പാർട്ട് 3യെ പറ്റിയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്പീക്കിംഗ് പാർട്ട് 3 എന്ന് പറയുന്നത് നമ്മുടെ ക്യൂ കാർഡ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇൻ പാർട്ട് 3 യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കസ് ടോപ്പിക് ഏരിയാസ് റിലേറ്റഡ് ടു പാർട്ട് 2 ഇൻ മച്ച് മോർ ഡെപ്ത്. കമ്പാരിറ്റീവ്ലി നിങ്ങൾ കൂടുതൽ സെൻറ്റൻസുകൾ ഇവിടെ പറയണം ആൻസർ ആയിട്ട് ആസ് കമ്പയർഡ് ടു പാർട്ട് 1. ദിസ് പാർട്ട് ഓഫ് ദ ടെസ്റ്റ് ഫോക്കസസ് ഓൺ യുവർ എബിലിറ്റി ടു എക്സ്പ്രസ് ആൻഡ് ജസ്റ്റിഫൈ ഒപ്പീനിയൻസ് ആൻഡ് ടു അനലൈസ്, ഡിസ്കസ് ആൻഡ് സ്പെക്കുലേറ്റ് അബൌട്ട് ഇഷ്യൂസ്. So, in part 1 you heard a lot of questions regarding yourself. Those questions were personal. ബട്ട് കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സിനും അതിൻ്റെ ഒപ്പീനിയൻസും ജസ്റ്റിഫൈ ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റിയും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള നിങ്ങളുടെ വൊക്കാബുലറിയാണ് ഒരു പരിധിവരെ പാർട്ട് 3 അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ദ എക്സാമിനർ വിൽ ഹെൽപ്പ് യു ഡു ദിസ് ബൈ ആസ്കിങ് യു ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലോർ ദ ടോപ്പിക് ഏരിയ ഇൻ മോർ ഡെപ്ത്. സോ പാർട്ട് 1 വൈ ക്വസ്റ്റ്യൻസ് വീണ്ടും വരുന്നതിനെ പറ്റി സംസാരിച്ച പോലെ തന്നെ പാർട്ട് 3 they will add depth to the question by asking more and more about it. ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവാനായിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു പക്ഷേ നിങ്ങളോട് ക്യൂ കാർഡായിട്ട് അല്ലെങ്കിൽ പാർട്ട് 2 ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻ ഐറ്റം യു വുഡ് ലൈക്ക് ടു ബൈ എന്നാവാം. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ പാർട്ട് 3 ഒരു പക്ഷേ ഷോപ്പിങ്ങിനെ പറ്റിയോ അഡ്വർടൈസിങ്ങിനെ പറ്റിയോ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റിയോ കൺസ്യൂമറിസത്തിനെ പറ്റിയോ മാനുഫാക്ചറിങ്ങിനെ പറ്റിയോ ഓർ ഈവൻ ക്ലോത്തിങ്ങിനെ പറ്റിയോ ആവാം. ഇത്രയും വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് പാർട്ട് 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് to speak about the topics in general എന്നുള്ളതാണ്. Like I said, the questions aren't really about you anymore. It's about what's around you. So in part 3, you are expected to discuss all topics in a general manner. If you try and talk about yourself and your family, the examiner will steer you away from these familiar topics. See, പാർട്ട് 3 കുറച്ചൊക്കെ ടഫ് ആവുന്നത് തന്നെ നമുക്ക് നമ്മളെപ്പറ്റി ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈവൺ ഇഫ് യു ട്രൈ ടു മേക്ക് ദ ക്വസ്റ്റ്യൻസ് ഓൾ അബൌട്ട് യുവർ സെൽഫ്, എക്സാമിനർ വളരെ കൗശലപൂർവ്വം ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നതായിരിക്കും. ബിക്കോസ് ദേ നീഡ് ആൻസേഴ്സ് ദാറ്റ് ആർ ജനറൽ. പാർട്ട് 3 ഈസ് യുവർ ചാൻസ് ടു ഷോ ദ എക്സാമിനർ ദാറ്റ് യു ക്യാൻ ഡിസ്കസ് ജനറൽ ടോപ്പിക്സ്, ഗിവിംഗ് യുവർ ഒപ്പീനിയൻ ആൻഡ് ഐഡിയാസ് ഓൺ വാട്ട് ഈസ് ബീങ് ഡിസ്കസ്ഡ്. ഈ ഒരു തരം സ്പോണ്ടേനിറ്റി ഉണ്ട്. അതായത് എന്തിനെ പറ്റിയും ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പേടി കൂടാതെ വളരെ ക്ലിയർ ആയിട്ട് ധൈര്യത്തോടെ പറയാനുള്ള ആ ഒരു കഴിവ് അത് അവർ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു സ്പോണ്ടേനിറ്റി നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം കൂടിയാണ് IELTS സ്പീക്കിംഗ് പാർട്ട് 3 എന്ന് പറയുന്നത്. കുറച്ച് യൂസ്ഫുൾ ഫ്രേസസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ജനറൽ ആയിട്ട് അപ്പിയർ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ ആൻസേഴ്സ്. ഇൻ മൈ കൺട്രി മോസ്റ്റ് പീപ്പിൾ ബിലീവ് ദാറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫുഡിനെ പറ്റിയോ അല്ലെങ്കിൽ ക്ലോത്തിങ്ങിനെ പറ്റിയോ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ഇൻ മൈ കൺട്രി മോസ്റ്റ് പീപ്പിൾ ബിലീവ് ദാറ്റ് ക്ലോത്തിങ് ലൈക്ക് ദിസ് അല്ലെങ്കിൽ വെയറിങ് അറ്റയേഴ്സ് ലൈക്ക് ദാറ്റ് വുഡ് മേക്ക് യു ട്രഡീഷണൽ. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആൻസേഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഫ്രം മൈ പെർസ്പെക്റ്റീവ്, ഇഫ് ഐ ടേക്ക് മൈ കൺട്രി ആസ് എൻ എക്സാമ്പിൾ, സി എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുമ്പോഴും കൺട്രിയിലേക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ ആൻസറിന്. സോ ഇൻ ദാറ്റ് വേ യുവർ ആൻസേഴ്സ് സ്റ്റേ ജനറൽ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് പേഴ്സണൽ. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈസ് ഡെയിലി റുട്ടീൻ ഇമ്പോർട്ടൻറ്റ്? സി, ഡെയിലി റുട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ഏതാണെന്നല്ല ചോദിക്കുന്നത്, ഡെയിലി റുട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ഇവിടെയാണ് കൃത്യമായിട്ട് ആ ഷിഫ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിൽ സിറ്റീസ് ബിക്കം നോയ്സിയർ ഇൻ ദി ഫ്യൂച്ചർ? ഭാവിയിലോട്ട് സിറ്റികൾ അല്ലെങ്കിൽ ഇതുപോലെ നഗരങ്ങൾ കുറച്ചുകൂടി ലൗഡ് ആകുമോ, നോയ്സിയർ ആകുമോ എന്ന് വെച്ചേക്കുവാണ്. ദാറ്റ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറി മെയ്ഡ് ഇൻ ദ ലാസ്റ്റ് 100 years? കഴിഞ്ഞ 100 വർഷങ്ങളിൽ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഡിസ്കവറി എന്താണ് എന്ന് ചോദിക്കുവാണ്. Will cities become more noisier in the future? Certainly. The number of people residing in cities have increased a lot in the recent years and the number is likely to go up. Not to mention, almost everyone has a vehicle these days, including four-wheelers. So due to the presence of these factors, then the cities will definitely get noisier in the future. What is the most important discovery made in the last 100 years? Without thinking twice, I could say that it's the internet. The presence of internet has made it possible for people from different corners of the world to connect and interact with each other. And these days, the consequences of an absence of internet is unthinkable. ഇനി നിങ്ങൾ പാർട്ട് 3 നോട്ട് ചെയ്യേണ്ടത് ലിങ്കിങ് വേർഡ്സും ഫ്രേസസും വേണ്ട രീതിയിൽ ഉപയോഗിക്കാനാണ്. ട്രൈ ടു അവോയ്ഡ് മീനിങ്ലെസ് ഫില്ലേഴ്സ് ആസ് ദേ ഷോ ദാറ്റ് യു കനോട്ട് ഫൈൻഡ് ദ വേർഡ്സ് ഓർ ലാംഗ്വേജ് നീഡഡ് ടു ഡിസ്കസ് ദ ടോപ്പിക്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ തിങ്കിങ് സൗണ്ട്സും അനാവശ്യമായിട്ടുള്ള ഗ്യാപ്പും നമ്മുടെ എല്ലാവരുടെയും സ്പീക്കിങ്ങിൽ വരാറുള്ളതാണ്. സോ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ വേണ്ട രീതിയിൽ ലിങ്കിങ് വേർഡ്സും ഫ്രേസും യൂസ് ചെയ്യാം. കുറച്ച് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ, ഒരു സീക്വൻസിങ് ഇവൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വൊക്കാബുലറി നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു ബിഗിൻ വിത്ത്
സെക്കൻഡ്ലി, തേർഡ്ലി, സബ്സീക്വൻ്റ്ലി പോലുള്ള വേർഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലി അനദർ ഗുഡ് എക്സാമ്പിൾ ഓഫ് ദിസ് ഈസ്, അനദർ റീസൺ ഫോർ ദിസ് ഈസ്, ആൻഡ് വൺ മോർ തിങ് പോലുള്ള ടേംസും യൂസ് ചെയ്യാം. Finally, if you want to compare something or if you want to contrast with something, similarly, in the same way, equally, likewise, however, although പോലുള്ള ടേംസും യൂസ് ചെയ്യാം. ടിപ്പ് നമ്പർ 3, be willing to extend your answers. See, ഇത് സ്പീക്കിംഗ് പാർട്ട് 3 ആണ്. പാർട്ട് 3യും പാർട്ട് 1ഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. പാർട്ട് 1ൻ്റെ ഹാങ് ഓവറിൽ പല സ്റ്റുഡൻസും 1 or 2 സെൻറ്റൻസസിൽ ഉത്തരം പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രിപ്പയർഡ് അല്ല എന്നുള്ളതും നിങ്ങളിതിന് എക്യുപ്ഡ് അല്ല എന്നുള്ളതും അവർ മനസ്സിലാക്കും. So make sure to extend your answers. In part 3, you have the opportunity to discuss the topic in more depth. പാർട്ട് 1ൽ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കില്ല. സോ നിങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ പറയാനുള്ള ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ വേണ്ട രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു അറ്റംപ്റ്റ് ടു എക്സ്റ്റെൻഡ് യുവർ റെസ്പോൺസസ് ആസ് മച്ച് ആസ് യു ക്യാൻ. എങ്കിലും ഒരു ഐഡിയൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 4 or 5 സെൻറ്റൻസസ് ആണ് ഒരു പ്രോപ്പർ പാർട്ട് 3 ആൻസറിന്. It is important to show the examiner that you are willing to discuss the topic. So preparing for the interview by studying a number of topic areas is very helpful. ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്യൂ കാർഡുകളും വേണ്ട രീതിയിൽ നോക്കി പോകണമെന്ന് പറയുന്നത്. മുന്നേ കണ്ട പോലെ ആ ക്യൂ കാർഡായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പാർട്ട് 3യിലെ ടോപ്പിക്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും വരുന്നത്. സോ എ നമ്പർ ഓഫ് ടോപ്പിക്സിനെ പറ്റി നിങ്ങൾക്കൊരു അറിവുണ്ടെങ്കിൽ പാർട്ട് 3യിൽ അനാവശ്യമായിട്ട് പോസോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഹെസിറ്റേഷനോ നിങ്ങൾക്ക് വരികയില്ല. സോ ഡു റിമെമ്പർ ദാറ്റ്. ടിപ്പ് നമ്പർ 4, യൂസ് എ വൈഡ് റേഞ്ച് ഓഫ് വൊക്കാബുലറി. നിങ്ങളുടെ വൊക്കാബുലറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന വേർഡ്സിലുള്ള ഒരു വെർസിറ്റാലിറ്റി നല്ല രീതിയിൽ ഒരു ഹൈ ബാൻഡ് സ്കോറിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജിലുള്ള ആ ഒരു പ്രാഗൽഭ്യം കാണിക്കാനായിട്ട് സിനോണിംസും വൊക്കാബുലറിയും നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്കും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേണം. ഫോർ എക്സാമ്പിൾ പാർട്ട് 3യിലെ ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ 1 സെൻറ്റൻസിലാണ് ചോദിച്ചെങ്കിൽ പോലും അതൊരു 4-5 സെൻറ്റൻസിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ ബ്രേക്ക് ചെയ്യാൻ അറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ സ്പോർട്സിനെ പറ്റി ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് എന്നുള്ള ഒരു വാക്ക് മാത്രം വെച്ച് ചിന്തിക്കാതെ there are individual sports like cycling, golf, tennis, water sports like aerobics, swimming, water polo, diving and so on. Contact sports like basketball, football, പിന്നെ ടീം സ്പോർട്സ് ലൈക്ക് ഹോക്കി, ഫുട്ബോൾ, അതൊക്കെ ഇതിൽ പെടുന്നതാണ്. സോ സ്പോർട്സ് എന്നുള്ള ഒറ്റ വാക്കായിരിക്കും നിങ്ങൾ ക്വസ്റ്റിനെ കേൾക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഇത്രയും ഏരിയാസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി പാർട്ട് 3യിൽ മാത്രമേ കിട്ടുള്ളൂ. ആൻഡ് ഈ ഓപ്പർച്യൂണിറ്റി വേണ്ട രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബാൻഡ് സ്കോറിലേക്ക് എത്തിക്കാനും അത് സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അൾട്ടിമേറ്റ്ലി IELTS സ്പീക്കിംഗ് പാർട്ട് 3യുടെ സ്ട്രക്ചർ, റൂൾസ്, ടിപ്സ് ആൻഡ് ഒരു പരിധിവരെ അതിൻ്റെ ഓവറോൾ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊരു IELTS ആസ്പിറൻ്റ് ആണെങ്കിൽ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ ഉറപ്പായിട്ടും ശ്രമിക്കുക. ആൻഡ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ ഡെയിലി ക്ലാസ്സുകളിൽ ഓൾറെഡി ഷെയർ ചെയ്യുന്നതാണ് along with other tips. And if you like to see a glimpse of it, we do conduct track classes on every alternate days. So do check out the link given in the description and I'll see you next week.